ബ്യൂട്ടി ബ്ലോഗർ എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയും പിന്നീട് ബിഗ് ബോസ് ഷോയിലെത്തി ആ സീസൺ തന്നെ തന്റെ പേരിലാക്കിയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ. ആദ്യം നെഗറ്റീവും പിന്നീട് പ്രേക്ഷകരിൽ സ്നേഹവും ഉണ്ടാക്കിയെടുക്കാൻ ജാസ്മിന് സാധിച്ചിരുന്നു. സഹമത്സരാർത്ഥിയായ ഗബ്രിയുമായുള്ള സൗഹൃദമായിരുന്നു ഇതിന് കാരണം. ഇവിടെ ജാസ്മിൻ ജാഫറിനൊപ്പം പ്രേക്ഷകർക്കിടയിൽ സുപരിചിതനായ വ്യക്തിയാണ് അഫ്സൽ അമീർ. ടെക്കിയും സ്കൂബ ഡ്രൈവറും ഡ്രോൺ പൈലറ്റും എല്ലാമാണ് അഫ്സൽ. ബിഗ് ബോസിലേക്ക് വരും മുൻപ് ജാസ്മിനും അഫ്സലും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും ഇവരുടെ എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞിരുന്നതായും വാർത്തകൾ പ്രചരിച്ചിരുന്നു. സീസൺ 6 പ്രേക്ഷകരെ കൗതുകത്തിലാക്കിയ ഒരു ബന്ധമായിരുന്നു ജാസ്മിനും ഗബ്രിയും തമ്മിലുണ്ടായിരുന്നത്. പ്രേക്ഷകരെ കൺഫ്യൂസ് ചെയ്യിക്കുന്നു എന്ന പേരിൽ ഒരിക്കൽ അവതാരകൻ മോഹൻലാൽ ഈ വിഷയം ചർച്ചയാക്കിയിരുന്നു. ഇത് സൗഹൃദത്തിനപ്പുറമുള്ള ബന്ധമാണെന്നും പ്രേമമാകാതെ നോക്കാൻ അറിയാമെന്നുമായിരുന്നു ജാസ്മിൻ മോഹൻലാലിനോട് പ്രതികരിച്ചത്. അതേസമയം ജാസ്മിനുമായ ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് ജാസ്മിനുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന അഫ്സൽ അമീർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിടുകയും ചെയ്തിരുന്നു. 4 പേജായി ഇട്ട വിശദീകരണത്തിൽ താൻ മാനസികമായ തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും തന്നെ ജാസ്മിൻ ചതിക്കുകയാണെന്നും ഈ ബന്ധം വിടുകയാണെന്നും അഫ്സൽ പറഞ്ഞിരുന്നു. നേരത്തെ ബിഗ് ബോസിൽ പങ്കെടുക്കാനായി എയർപോർട്ട് വരെ ജാസ്മിനെ കൊണ്ടുവിട്ടതും എല്ലാ ആവശ്യ സാധനങ്ങളും വാങ്ങി നൽകി യാത്രയാക്കിയതും അഫ്സലായിരുന്നുവത്രേ. നോറയടക്കം ചിലർക്ക് അഫ്സൽ ജാസ്മിൻ പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നു. വിവാഹ നിശ്ചയമൊന്നും കഴിഞ്ഞിട്ടില്ല, തന്നെ കാത്ത് ആരും ഇരിക്കുന്നില്ലെന്ന തരത്തിലായിരുന്നു ജാസ്മിൻ ഹൗസിൽ വെച്ച് സംസാരിച്ചിരുന്നത്. തുടക്കത്തിൽ ജാസ്മിൻ തന്നെ തള്ളി പറഞ്ഞത് ബിഗ് ബോസ് ഗെയിമിന്റെ ഭാഗമാണെന്നാണ് അഫ്സലും കരുതിയിരുന്നത്. പിന്നീട് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബോണ്ടിംഗ് ശക്തമായതോടെയും സൈബർ ബുള്ളിങ്ങും വീട്ടിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു. ഓൺലൈൻ മീഡിയകളിൽ ഈ വിഷയം ഒരു കണ്ടന്റായതോടെ അഫ്സൽ സ്വമേധയാ വിവാഹത്തിൽ നിന്നും പിന്മാറി. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് വിഷയങ്ങൾ അവതരിപ്പിച്ച അഫ്സലിന്റെ വീഡിയോയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഞാൻ ഉപയോഗിച്ച് വലിച്ചെറിയേണ്ട വസ്തുവാണെന്നാണ് അവൾക്ക് തോന്നിയതെന്ന് മനസ്സിലാക്കുന്നു. ഒരു പൊതുവേദിയിൽ എങ്ങനെ ചതിക്കുന്നു എന്നത് വ്യക്തമാകണമെങ്കിൽ ബിഗ് ബോസ് എപ്പിസോഡ് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഞാൻ പുറത്ത് ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് 100ലധികം തവണ ജാസ്മിൻ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഹൗസിനുള്ളിലെ പ്രണയം പ്രായോഗികമല്ലാത്തതിനാൽ ഞാൻ പുറത്തുള്ള വ്യക്തിയോട് സ്നേഹം പുലർത്തുന്നുവെന്ന് പറയുന്നത് എത്രത്തോളം വെറുപ്പുളവാക്കുന്നതാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ബന്ധത്തിൽ നിങ്ങൾ പങ്കാളിയോട് സത്യസന്ധത പുലർത്തുകയും പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കുകയും വേണം. കമ്മിറ്റഡ് ആണെങ്കിൽ ഒരിക്കലും ആശയക്കുഴപ്പം ഉണ്ടാകരുത്. അവളുടെ വാഗ്ദാനങ്ങൾ വായുവിൽ ലയിച്ചു. എൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും മുൻപിൽ ഞാനൊരു ജോക്കറായി. ഇനിയില്ല, ഞാനിത് അവസാനിപ്പിക്കുന്നു. വഞ്ചനയെ മഹത്വൽക്കരിക്കുന്ന ചില പ്രേക്ഷകർക്ക് നന്ദിയുണ്ട് എന്ന് പറഞ്ഞാണ് ജാസ്മിനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്ന് പ്രഖ്യാപിച്ച് അഫ്സൽ പറഞ്ഞത്. ഇപ്പോഴിതാ എല്ലാ പ്രശ്നങ്ങളെയും മറികടന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണെന്ന് അറിയിച്ച് എത്തിയിരിക്കുകയാണ് അഫ്സൽ. താൻ വിവാഹിതനാകാൻ പോകുന്ന സന്തോഷം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് അഫ്സൽ അറിയിച്ചത്. ഒരുപാട് തടസ്സങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ശേഷം അത് സംഭവിക്കുന്നു എന്നാണ് മോതിരത്തിന്റെ ഇമോജിക്കൊപ്പം അഫ്സൽ കുറിച്ചത്. ഒപ്പം സംഗീത പശ്ചാത്തലത്തോടെ ഒരു പെൺകുട്ടിക്കൊപ്പമുള്ള ആനിമേറ്റഡ് വീഡിയോയും അഫ്സൽ പങ്കുവച്ചു. മുമ്പ് ജാസ്മിന്റെ സുഹൃത്തായിരുന്ന യൂട്യൂബർ അസ്ലാം മാർലി അടക്കമുള്ളവർക്കൊപ്പം സാക്ഷാൽ ജാസ്മിൻ ജാഫറും അഫ്സലിന് ആശംസ അറിയിച്ച് എത്തിയിട്ടുണ്ട്.